ഹായ് ഹലോ കുട്ടികളെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് കുറച്ച് സംസാരിക്കുന്ന വീഡിയോ എടുത്താലോ എന്ന്. ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് സെയിം ടോപ്പിക്ക് കണ്ടിന്യൂസ്ലി അങ്ങനെയല്ല കേട്ടോ. നമുക്ക് മിക്സഡ് ടോപ്പിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. മറ്റൊന്നുമല്ല, നമുക്ക് പണം, പ്രശസ്തി, പദവി, പിന്നെ അതുപോലെ തന്നെ പവർ, ഇതൊക്കെ കിട്ടുമ്പോൾ ചിലരൊക്കെ അഹങ്കാരികളാകും അല്ലേ. നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പണവും പ്രശസ്തിയും പദവിയും പവറും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ നമുക്ക് ഒരു അഹങ്കാരം, ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അഹങ്കാരികൾ അങ്ങനെ ആവാൻ ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ അതൊക്കെ കിട്ടും തോറും നമ്മൾ ഏറ്റവും പാവമായിട്ടും ഏറ്റവും ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ടും ഏറ്റവും ദയയുള്ള, മറ്റുള്ളവരോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടത് ഇതൊക്കെ നമുക്ക് വരുമ്പോഴാണ്, കടന്നു വരുമ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്ന വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് നമുക്കിതൊക്കെ കടന്നു വരുമ്പോൾ പലരുടെയും അതായത് സ്വഭാവം മാറും, അല്ലെങ്കിൽ പലരുടെയും മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറും മൊത്തത്തിൽ ആ പഴയ ഒരു ആളെ അല്ലാതെ ആയി പോകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ആകാൻ പാടില്ല. ബാക്കിയുള്ളവരോട് നമുക്ക് ഒത്തിരി പണമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു പൊസിഷനിലെത്തി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പവർ ഉണ്ട്, അതായത് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മളിപ്പോൾ ഒരു നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങുവാണ്, അല്ലെങ്കിൽ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ നമുക്കൊരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഇതൊക്കെ നമുക്ക് വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ആഡംബരം അല്ലെങ്കിൽ ഈ പണം ഉള്ളതിൻ്റെ ഒരു അഹങ്കാരം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്കതൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ഇഷ്യൂ വരും. കാരണം സൗണ്ട് നിങ്ങൾക്ക് ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്, നോർമലായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വേർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരിയോ പണത്തിൻ്റെ ഒരു പവർ കാണിക്കുന്നതോ ഒന്നുമല്ല കേട്ടോ. ഒരിക്കലും ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ചൂട് സഹിക്കാൻ വയ്യ, വീടിനുള്ളിൽ ഇരുന്നിട്ട് ഫാൻ ഇട്ടിട്ട് പോലും നമുക്ക് ഭയങ്കര ചൂടാണ്, നമ്മളൊരു AC വാങ്ങി എന്നൊന്നും വെച്ചിട്ടൊന്നും ഒരിക്കലും അതൊരു പണത്തിൻ്റെ പവറോ അല്ലെങ്കിൽ ആഡംബരമോ ഒന്നും ആവത്തില്ല. അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. നമുക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോന്നിരിക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. അതൊരു അഹങ്കാരത്തിൻ്റെയോ ആഡംബരത്തിൻ്റെയോ ഭാഗമല്ല. അതേസമയം നമ്മൾ കാറിനകത്ത് അതായത് സ്വിമ്മിംഗ് പൂൾ കെട്ടുക അല്ലെങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഒരു എയ്റോപ്ലെയിന് വന്നിറങ്ങുക, ഇതൊക്കെ കുറച്ച് ആഡംബരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു പണം അല്ലെങ്കിൽ പ്രശസ്തി, പദവി, പവറൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും താഴ്മയുള്ള, ഏറ്റവും സ്നേഹമുള്ള, മറ്റുള്ളവരോട് ഏറ്റവും ദയുള്ള, ഏറ്റവും ഒരു പാവം ഒരു വ്യക്തിയായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ള നമ്മുടെ പൊസിഷനിൽ നിന്നും ഒത്തിരി ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കില്ലേ. അതല്ല, നമുക്ക് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ അത് അധിക നാൾ അത് ഉണ്ടാവത്തില്ല നമ്മുടെ കൂടെ. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ പണത്തിൻ്റെ ആ ഒരു പവർ കാണിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എത്ര നമ്മുടെ ഡ്രസ്സ് ഇല്ലാതായി അല്ലെങ്കിൽ തുണിയെല്ലാം കീറി പറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മളൊരു ഡ്രസ്സ് പോലും വാങ്ങാതെ നമ്മുടെ ചെരുപ്പെല്ലാം തേഞ്ഞ് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പൈസ കൊണ്ടായിരുന്നിട്ട് കുത്തി തച്ചിട്ട് അത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര തേഞ്ഞ് പോയിട്ടും ആ ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഇല്ലാതെ ആയിട്ട് മൊത്തത്തിൽ ഇല്ലാണ്ടായി പോയിട്ടും ഒരു ഡ്രസ്സ് പോലും വാങ്ങാതെ പൈസ ഇങ്ങനെ കൂട്ടി വെക്കുക, അത് ഒരു എന്താ പറയുക, അതിൻ്റെ ഭാഷയിൽ പിശുക്കെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അതായത് നമ്മൾ അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നത് അത് ഒരു ആഡംബരമോ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങണം, അതല്ലെങ്കിൽ അത് പിശുക്കായി പോവും. അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും, എത്ര ക്യാഷ് ഉണ്ടെങ്കിലും, ഏത് വലിയ പൊസിഷനിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറോ ക്രിക്കറ്റ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു ആക്ട്രസോ ആക്ടറോ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും
നമ്മളെപ്പോഴും താഴ്മയിൽ, അതായത് മറ്റുള്ളവരോട് ദയയും സ്നേഹവും, ഏറ്റവും താഴ്മയിൽ ഏറ്റവും പാവമായിട്ടുള്ള, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുന്തോറും നമ്മൾ ഏറ്റവും പാവമായിട്ട് ഒരാളായിട്ട് ജീവിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു നിങ്ങൾ പല അതായത് ഇപ്പോൾ ഒരു ഞാൻ എടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ, അല്ലെ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി ആക്ടർ മരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. അപ്പോൾ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അതുപോലുള്ള ഒത്തിരി പേര് നമുക്ക് ഫേമസ് ആയിട്ടുള്ളതായാലും അല്ലാതെ ആയിക്കഴിഞ്ഞാലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സ് എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് ഒരുങ്ങാൻ പാടില്ല. ഒരുങ്ങാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ട് തൊടാൻ പോലും പാടില്ല. അത് അവരുടെ ആ ഒരു മരണം അത് കഴിഞ്ഞ ഉടനെ ഉള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. ഒരു 6 7 അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷത്തിനോ ശേഷമാണെങ്കിൽ പോലും അവരുടെ ഏറ്റവും അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു പൊട്ട് വയ്ക്കാനോ പോലും അവകാശമില്ല. കാരണം അവരെയും വലിച്ചു കീറുന്ന ഒരു സമൂഹമാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. ഞാൻ അങ്ങനെ ഇത് പറയാൻ എനിക്ക് ഡയറക്റ്റ് ഒരു അനുഭവം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട്, അപ്പോൾ ഇങ്ങനെ അതായത് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒന്ന് പൊട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടുന്ന കുറച്ച് എവിടെയെങ്കിലും സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാലോ ഉടനെ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അവരെ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരെ പറഞ്ഞ് തളർത്താനും അവരെ തകർക്കാനും നോക്കും. അതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരാളാണെങ്കിലും, അതല്ല ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാർസോ അങ്ങനെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും, നമുക്ക് ഇൻഡയറക്റ്റ് ആയാൽ പോലും, ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലായാലും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് വന്ന് കമന്റ് ഇട്ടിട്ട് പോവാം. അവരെ തകർക്കണം, അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാകണം, വിഷമിക്കണം, അല്ലെങ്കിൽ അവരെ ഒന്ന് കുത്തണം, എന്നാൽ അവർക്ക് നോവും എന്നറിയാമെന്ന് കരുതിയിട്ട് അന്നൊരു നമുക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് വന്ന് കമന്റ് ഇട്ടിട്ട് പോകാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ അവരെ ഒന്ന് വേദനിപ്പിക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക്, അതായത് മരിച്ചിട്ട് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. അവർക്കതിന് വിഷമമില്ല, അതുകൊണ്ടാണ് ഒരുങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നത്, അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പൊട്ട് വയ്ക്കുന്നത്, ഒരുങ്ങി നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ തളർത്താൻ വേണ്ടി നോക്കും. അവർക്ക് വിഷമമില്ല, അതാ കണ്ടില്ലേ ഇന്ന ആളാണ് മരിച്ചത്, പക്ഷെ അവർ നടക്കുന്നത് കണ്ടില്ലേ, ഒരുങ്ങി ചമഞ്ഞ് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ടൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ മനസ്സിൽ ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ സന്തോഷം കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു വേർപാട് അത് മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്നത്, അതിനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അവരിങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഡയറക്റ്റായിട്ട് അറിയാന്നുള്ളവരായാലും ഇൻഡയറക്റ്റ് ആയിട്ടായാലും ദയവ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ആരോടും ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഒരിക്കലും നമ്മളൊരു വ്യക്തിയോട് അങ്ങനെ ചെയ്യാനേ പാടില്ല. ഞാനത് എന്താ പറയാൻ കാരണം, ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ പഠിച്ചതാണ്. ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഇല്ല, അവൻ മരിച്ചുപോയി. അതായത് ഒരു 4 വർഷത്തിന് മുന്നേ അവൻ മരിച്ചുപോയി. കൊറോണ ടൈമിലായിരുന്നു അവൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പനി വന്നായിരുന്നു. അപ്പോൾ പനി വന്നിട്ട് കൊറോണ ടൈമിൽ മരിച്ചു. അത് കൊറോണയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവൻ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവൻ മരിച്ചുപോയി. അവൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഞാൻ കണ്ടിട്ട് ഒത്തിരി നാളുകളായി. ഈ ഒരു അവൻ്റെ മരണശേഷം ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഉത്സവത്തിന്, ഇപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന്, എൻ്റെ നാട്ടിലെ ദേവികോവിലെ ഉത്സവത്തിന് അവിടെ വച്ച് ഞാൻ അവൻ്റെ അമ്മയെ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവൻ്റെ അമ്മയെ കണ്ട സമയത്ത്, അതായത് ദേവിയുടെ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്, ചുറ്റിനും ആൾക്കാരുണ്ട്, ചുറ്റിനും ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ ദേവിയുടെ നടയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അവൻ്റെ അമ്മയെ കാണുന്നതും അവൻ്റെ അമ്മ എന്നെ കാണുന്നതും. നമ്മൾ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് അവൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചായിരുന്നു, അറിയാവോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ അറിയാതിരിക്കുമോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ എന്നെ കണ്ട ഉടനെ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ കൂടെ പഠിച്ചവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്നുള്ളത് വീട്ടിലെല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം, എൻ്റെ വീട്ടിലും അറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആ അമ്പല നടയിൽ വെച്ചിട്ടാണ്, ആൾക്കാർ ഒത്തിരി ഉണ്ട്. എന്നിട്ട് ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, കൂടെ പഠിച്ചവരെ കാണുമ്പോഴാണ് അവൻ്റെ പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്, നിങ്ങളെയൊക്കെ കാണുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങി. എനിക്ക് ഞാനും അവിടെ ഒന്ന് കരഞ്ഞു. ഞാനും കൈ പിടിച്ചിട്ട് അമ്മയുടെ കൂടെ നിന്ന് കരഞ്ഞു. അത്രയ്ക്കും, കാരണം ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ചെയ്യുക. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം
നമ്മുടെ സങ്കടങ്ങൾ അങ്ങനെ ബാക്കിയുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൽ ഒരു സിമ്പതി നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷേ അവൻ്റെ കാര്യം പറയുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും എൻ്റെ സൗണ്ട് ഇടറി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇപ്പോൾ മരിച്ചിട്ട് 4 വർഷമായി. അപ്പോൾ ഇപ്പോൾ പോലും മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുന്നില്ല. എപ്പോൾ ആലോചിക്കുമ്പോഴും എനിക്ക് അതൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്. വീടിനുള്ളിൽ ഇരുന്നിട്ട് ആ ഒരു ഓർമ്മയിൽ അതിങ്ങനെ ആലോചിച്ച് ഒരുപാട് കൂടുതൽ വിഷമാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്, അങ്ങനെയെങ്കിലും മറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ പിടിച്ചത്. ഇപ്പോഴും ആ അമ്മയെ അവിടെ വെച്ച് കണ്ടതും കരഞ്ഞതും അമ്മയുടെ വാക്കുകളും അതുപോലെ ആ ഒരു സീന് ഒരിക്കലും എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല. അത്രയ്ക്കും നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത്രയും കാര്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാവാം ആ അമ്മയുടെ സ്നേഹം കൂടെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള റിലേറ്റീവ്സിനെ ഒരിക്കലും നിങ്ങൾ ജഡ്ജ് ചെയ്യാനോ പോകരുത്, അല്ലെങ്കിൽ അവരെ ഒരിക്കലും കുത്തി പറയുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യരുത്. കാരണം ചിലപ്പോൾ അവരത് മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ട്രാജഡിയിൽ നിന്നും പുറത്തേക്ക് വരാനും അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും അവരൊന്നുകിൽ പൊട്ട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതോ ഒക്കെ ചിലപ്പോൾ ആ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും വീണ്ടും തളർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അതെനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു കോമഡി സ്റ്റാർ ആയാലും അവരുടെ വൈഫിനെ പറയുന്നതായാലും അല്ലെങ്കിൽ പല നമ്മുടെ ഫേമസ് ആയിട്ടുള്ളവരെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് അറിയാവുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ പോലും ദയവ് ചെയ്ത് ഒരാളാണ്, അത് അയാൾക്കൊരു മനസ്സുണ്ട്, അതിപ്പോൾ ആരായി കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ഇതൊക്കെ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കലുകളാണ്. കളിയാക്കലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫീൽഡിൽ നിന്നും എങ്ങനെയും കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാര്യം എടുത്താൽ പോലും യൂട്യൂബിലെ വീഡിയോ കരുതിയ പോലും അതിപ്പോൾ നമുക്കിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ ആരുമില്ല. നമുക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തികൾ ഡയറക്റ്റായിട്ട് നമ്മളെടുത്ത് പറയുന്നവരേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരും വന്ന് യൂട്യൂബിലെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കാറില്ല. അതിപ്പോൾ ഫാമിലിയിൽ നിന്നാവട്ടെ, റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് നിന്നാവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിന്നാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്നാവട്ടെ, ആരുടെ അടുത്ത് നിന്നാണെങ്കിലും നമുക്ക് കളിയാക്കലുകൾ ഒത്തിരി കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കുന്ന, അവരെ കുത്തി വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ആരെയും കളിയാക്കാതിരിക്കുക. അതായത് യൂട്യൂബിലെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് തന്നെ ഒത്തിരി കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 1 രൂപയാണെങ്കിലും 1 രൂപ എങ്കിലും എനിക്കിതിൽ നിന്ന് വാങ്ങിയെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര വാശിയുണ്ട്. വാശി കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്, എനിക്കിഷ്ടമുള്ളത് കൊണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാശി എനിക്കുണ്ട്. അതെനിക്ക് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ നടക്കില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഫ്രണ്ടിൽ എനിക്ക് 1 രൂപയെങ്കിലും കിട്ടി എന്ന് പറയണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഈ പറഞ്ഞ പോലെയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, അതിപ്പോൾ ഏതൊരു കാര്യത്തിലായാലും, ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു തടി വെച്ചിരിക്കുന്നതായാലും മെലിഞ്ഞിട്ടായാലും ഈ തടി വെച്ച് ഉരുണ്ടുരുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മെലിഞ്ഞ് ചാകാറായി ഒന്നിനും കൊള്ളൂലാതെ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ടോക്സ് ഉണ്ടല്ലോ, അതൊക്കെ ചിലരെ ഒത്തിരി ചിലപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത, അവരുടെ ചിലപ്പോൾ ലൈഫിനെ പോലും പല രീതിയിലും നിങ്ങളുടെ ആ ഒരു ടോക്ക് കൊണ്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരെ വേദനിപ്പിക്കുന്നുണ്ടാവാം. എന്തിനാണ് നമ്മളാൽ അങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ അത്രയും വിഷമിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, ഒഴിവാക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറയാൻ പറഞ്ഞു, അവൻ്റെ പേര് സജിത്ത് എന്നാണ് കേട്ടോ. ഓക്കെ, ഞാനത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും ടോപ്പിക്കൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ടിരിക്കുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഒത്തിരി നാളായി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.
പിന്നെ ഈ പലരും, അതായത് കൊച്ചു പിള്ളേരുടെ അടുത്തായാലും അവരുടെ അമ്മമാരായാലും അല്ലെങ്കിൽ മുതിർന്നവരോടായാലും യൂട്യൂബിൽ വീഡിയോ, അതായത് ഷോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയാലും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് വെറുതെ സമയം കളയുന്നത്, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് വെറുതെ യൂട്യൂബ് കണ്ട് സമയം കളയുന്നത്, നിനക്ക് പോയിരുന്ന് പഠിച്ചൂടെ, അല്ലെങ്കിൽ അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ യൂട്യൂബിലെ വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് പേഴ്സണലി ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി കുറേ പേരുടെ, അതായത് കുറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിരി വരുമായിരിക്കാം, പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിനെ ഒരുപാടധികം സ്വാധീനിക്കുന്നത്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ഹൗസ് വൈഫാണെന്ന് വെച്ചാൽ, ബ്യൂട്ടി വ്ളോഗ്സ് ബൈ ശരണ്യ എന്ന് പറഞ്ഞിട്ട് അട്ടപ്പാടിയിൽ ഉള്ള ഒരു കുട്ടി ചെയ്യുന്ന വീഡിയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്, അല്ലെങ്കിൽ ജോലികൾ ചെയ്യാൻ, വീട്ടിലെ ജോലികൾ ചെയ്യാൻ മടിയുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മടി മാറ്റി വെക്കാനൊക്കെ ഭയങ്കര ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിനെ അവരെന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അതായത് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ആരെയും തോന്നിയിട്ടില്ലായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എനിക്കങ്ങനെ ഒത്തിരി പേരുടെ വീഡിയോസ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ശരണ്യ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി രാവിലെ എഴുന്നേൽക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും, അത് പഴയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു കാലത്ത് കൊണ്ടുവരുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എനർജറ്റിക്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ വേ ബൈ കല്യാണി, അതും അതുപോലെ തന്നെയാണ്. ആ ഒരു പുള്ളിക്കാരത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ജോലി ചെയ്യാനും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും കുറേ കാര്യങ്ങൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം ആവണം, അല്ലേ? വെറുതെ ഒരു ദിവസം എല്ലാ ദിവസത്തെയും പോലെ കഴിഞ്ഞു പോകുന്നു അങ്ങനെയല്ല. നമുക്ക് അതിനൊരു അന്നത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്ന ബെനിഫിറ്റ് ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അത് എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞാറ്റ ഇതൊക്കെ ഫാമിലി വ്ളോഗേഴ്സാണ്. ഞാൻ മെയിനായിട്ട് ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരുടെയാണ് വീഡിയോ എന്തിന് കാണുന്നു, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അവരുടെ വീട്ടിലെ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഇതിൽ ഞാൻ പറയുന്നതിൽ നിങ്ങൾ എല്ലാ പേരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഞാനും അമ്മായിയായിട്ട് വഴക്കായി, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമകളുമായിട്ട് വഴക്കായി, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്ക് കൂടുന്നു, ഡൈവേഴ്സായി, ഇതായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് ക്യാഷിന് വേണ്ടി വെറുതെ കള്ളം പോലും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഫാമിലി, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതും, അങ്ങനെ നമുക്ക് ഒരു യൂസ്ഫുള്ളോ ആകാത്ത രീതിയിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ ടോപ്പിക്സ് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. ഞാൻ അവരൊന്നും അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അതൊന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കത് കാണുന്നത് കൊണ്ട് ഉണ്ടാവണം അങ്ങനെ. അപ്പൊ ഞാൻ ഈ പറയുന്ന കുഞ്ഞാറ്റ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്, ഫാമിലി വ്ളോഗേഴ്സ് ആണ്. ഇച്ചായും കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞാറ്റ ചെയ്യുന്ന എന്തുമാത്രം കാര്യങ്ങളാണ്, ഒത്തിരി കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്യുന്നത്. പ്രായം കുറവാണ്, കുഞ്ഞു മോനുണ്ട്, അവനെ വെച്ചിട്ട് അതായത് വെഡിങ് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും ബ്യൂട്ടീഷ്യനായിട്ട് പോകുന്നുണ്ട്, വെഡിങ്ങിന് മേക്ക് ഓവർ ചെയ്യാൻ, അല്ലാതെ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാ കാര്യവും നോക്കുന്നുണ്ട്, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് യൂട്യൂബിൽ വ്ളോഗ് എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പഠിക്കുന്നുണ്ട്. ആ കുട്ടി നന്നായിട്ടിരുന്ന് പഠിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക. മോശമായിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കളയുക. നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്കും കൂടെ എടുക്കുക. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നമ്മൾ അതൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്യുന്നത്. അതൊക്കെ അവരുടെ കഴിവാണ്. ഒരിക്കലും കണ്ണു വയ്ക്കുന്നതോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എല്ലാവർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഷുവറായിട്ടും പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിങ്ങനെ ബാലൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും
നോക്കുക, കണ്ണോടിക്കുക, ശ്രദ്ധിക്കുക, കുട്ടിയുടെ കാര്യം, വീട്ടിലെ കാര്യം, പഠിത്തം, ജോലി, യൂട്യൂബ്, ഇതെല്ലാം നോക്കുന്നത് അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിനെയൊക്കെ നമ്മളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ടോപ്പിക് ഒക്കെ വിട്ട് കഴിഞ്ഞാലോ, നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇംഗ്ലീഷ് മാത്രം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളം അത്ര അറിയാത്ത ഒരു യൂട്യൂബറിന്റെ വീഡിയോ നമ്മൾ കാണുകയാണ്. നമുക്ക് കുറേ ഇംഗ്ലീഷ് വേർഡ്സ്, ചിലപ്പോൾ നമുക്ക് അറിയാത്ത വേർഡ്സ്, നമുക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷെ വേർഡ്സ് തന്നെ പല ടൈപ്പ് വേർഡ്സ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാത്ത ഇംഗ്ലീഷിൽ, അതായത് പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആയ വ്യക്തികൾക്ക് പോലും ചില പ്രത്യേകതരം വാക്കുകൾ ചിലത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഡെയിലി ടീച്ചേഴ്സ് ആയാൽ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും നമുക്ക് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ചില വേർഡ്സ് നമുക്ക് സംസാരിക്കാനും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും പലതരത്തിലുള്ള വേർഡ്സ് നമ്മുടെ, അതായത് ഒരു ഇംഗ്ലീഷ് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും പല പ്രത്യേകതയുള്ള വേർഡ്സും. ഞാൻ ഗുഡാണ് കേട്ടോ, എല്ലാ കാര്യത്തിലും നല്ല കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ വേർഡ്സ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള വേർഡ്സ് അല്ല പറയുന്നത്, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ നമ്മളെ ഇപ്പം ഇംഗ്ലീഷ് ഒരു യൂട്യൂബറാണ് അല്ലെങ്കിൽ മലയാളം അത്രയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കിട്ടും. എനിക്ക് അതും എനിക്ക് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒത്തിരി അധികം അതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മളെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ്, അതിപ്പോൾ ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും എന്തായി കഴിഞ്ഞാലും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം എനിക്കും കൂടെ അറിയാലോ, കാരണം എനിക്ക് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും അല്ല, നോട്ട് ദ പോയിന്റ്, എല്ലാവരുടെയും അല്ല. അപ്പോൾ വളരെ അതായത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കും കൂടെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില യൂട്യൂബേഴ്സിന്റെ ചില വീഡിയോസ് കാണുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ പേളിമാണി, അവരുടെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ, അതായത് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ബൊട്ടീക്കും നമ്മുടെ കളക്ഷൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.